ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനിമാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഇത്രയും പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഇന്ന് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഇടയാക്കുന്നതിനെയോ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയോടുള്ള ഇത്രയും സ്നേഹവും ആദരവും ഒക്കെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡിക്ക് റെഡിയാണോ? യെസ്. Please turn your Bible to one of the last book of the Bible, the Epistle of Jude. Revelation തൊട്ട് മുമ്പ് ഉള്ള ചെറിയൊരു 25 വേഴ്സസ് ഉള്ള ഒരു ചെറിയ ബുക്കാണ് ബുക്ക് ഓഫ് ജൂഡ്, യൂദായുടെ ലേഖനം. ഇപ്പം ഒരു ചെറിയ സമയം 30 മിനിറ്റ്സേ ഉള്ളൂ. അതിനുള്ളിൽ മുഴുവൻ വായിക്കുവാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എൻ്റെ ഒപ്പം നിങ്ങൾ ആ വേഴ്സസ് വായിച്ചു പോകണമെന്ന് പറയുകയാണ്. അപ്പം ഇവിടെ ജൂഡ്, ആരാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്? ജൂഡ്, യൂദായുടെ ലേഖനം. അപ്പം ഇതിൽ പണ്ടൊക്കെ ഞാനൊക്കെ ഈ ബൈബിളൊക്കെ വായിക്കുന്ന കാലത്ത് ഈ പുസ്തകത്തിലോട്ട് നോക്കുകയേ ചെയ്യത്തില്ലായിരുന്നു. യൂദ ഒരു ലേഖനം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഗോസ്പൽ ആ ഭാഗത്ത് മാത്രമേ നമ്മൾ നിൽക്കുകയുള്ളൂ. യൂദായും ഒരു ലേഖനം എഴുതിയല്ലോ അന്നൊക്കെ വിചാരിച്ചിരുന്നു. ആരാണ് ഈ ജൂഡ്? ആരാണ് ജൂഡ്? ഹാഫ് ബ്രദർ ഓഫ് ജീസസ് ആൻഡ് ദ ബ്രദർ ഓഫ് ജെയിംസ്. ഇവിടെ തുടങ്ങുന്നത് തന്നെ, യൂദായുടെ ലേഖനം തുടങ്ങുന്നത് തന്നെ ജൂഡ്, എ ബോൺ സെർവന്റ് ഓഫ് ജീസസ്. ഫാമിലി കാർഡ് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളായിരുന്നെങ്കിൽ തുടങ്ങുന്നത് തന്നെ ഹേയ് ഐ ആം ദ ഹാഫ് ബ്രദർ ഓഫ് ജീസസ്. ഇവിടെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? എ സെർവന്റ് ഓഫ് ബോൺ സെർവന്റ് ഓഫ് ജീസസ്, ബോൺ സെർവന്റ്. നമ്മൾ ഈ കോൺഫറൻസിലൊക്കെ ആയിരിക്കുമ്പോൾ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഒരുപാട് മെസ്സേജസും എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്, വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിന്റെ പ്രയാസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഇന്നിവിടെ ആക്കിയിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിലേക്കൊക്കെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രൈഡ്ഫുൾ ആകും, അല്ലേ? പല സമയത്തൊക്കെ നാം ചെയ്യുന്നതൊക്കെ നമ്മുടെ വലിയ ഒരു കഴിവുകൊണ്ടാണ്, നമ്മുടെ മിടുക്കുകൊണ്ടാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കാറുണ്ട്. എന്നാൽ ഈ ജൂഡ് ഇവിടെ പറയുന്നത് ഐ എം എ ബോൺ സെർവന്റ് ഓഫ് ജീസസ്. നമ്മൾ ഈ ആയിരിക്കുന്ന നിമിഷങ്ങളിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ, എൻ്റെ കർത്താവേ, ഈ നിമിഷത്തിൽ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ ഒന്ന് കടന്നു വന്ന് നിന്റെ ദാസനായി ദാസിയായിരിക്കുവാനായിട്ട് എൻ്റെ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിന്റെ മിഷൻ ഞങ്ങളെ എവിടെയാണോ നീ ആക്കി വെച്ചിരിക്കുന്നത് ആ മേഖലകളിൽ, നമ്മളിന്നൊക്കെ മിഷൻസ് ഒക്കെ ഉണ്ടാക്കുകയാണ്, മാൻമെയ്ഡ് മിഷൻസിന്റെ പുറകെയൊക്കെ ഓടുന്നവരാണ് നമ്മൾ. എന്നാൽ നമ്മളെ എവിടെയാണോ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ആ മേഖലകളിൽ ഒന്ന് കത്തി ജ്വലിക്കുവാനായിട്ട് എൻ്റെ കർത്താവെ നിന്റെ ദാസനായിട്ട് ദാസിയായിട്ട് ഞങ്ങളെയൊക്കെ ഒന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? പിന്നെ യൂദ തുടരുകയാണ്. എന്താണ് നമ്മുടെ വിളി? എന്താണ് നമ്മളെ എന്തിനാണ് ദൈവം ഈ ലോകത്ത് ആക്കി വെച്ചിരിക്കുന്നത്? വി ആർ കോൾഡ്, സാങ്ക്ടിഫൈഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ ക്രൈസ്റ്റ്. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ്, സൂക്ഷിച്ച് ക്രിസ്തുവിനായിട്ട് സൂക്ഷിച്ചു വെച്ചവരാണ്. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും അതിന്റെ പകുതി വെച്ചൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്, എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ദൈവം എനിക്ക് എന്തെങ്കിലുമൊക്കെ മിഷൻസ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ വിശ്വാസം അവിടെയൊക്കെ തകർന്നു പോകാറുണ്ട്. എന്നാൽ ജൂഡ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വി ആർ കോൾഡ്, സാങ്ക്ടിഫൈഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ ക്രൈസ്റ്റ്. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ യൂദ തുടരുകയാണ്, മേ മേഴ്സി, പീസ് ആൻഡ് ലവ് ബി മൾട്ടിപ്ലൈഡ് ടു യു. ഇന്ന് ഈ ലോകത്ത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? മേഴ്സി, പീസ് ആൻഡ് ലവ്. നമ്മുടെ ഇടങ്ങളിലൊക്കെ ഇരിക്കുന്നവർ, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരെ ഒന്ന് നോക്കി നമുക്കൊന്ന് പറയാമോ? മേ ദ മേഴ്സി, പീസ് ആൻഡ് ലവ് ബി മൾട്ടിപ്ലൈഡ് ടു യു. നമ്മൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അതൊക്കെയാണ്. ഒന്ന് പറയാമോ? അതിന് പ്രയാസമില്ല. മേ ദ മേഴ്സി, പീസ് ആൻഡ് ലവ് ബി മൾട്ടിപ്ലൈഡ് ടു യു. അത് വർദ്ധിക്കാതെ നമുക്ക് ഇപ്പം നമുക്കിവിടെ നല്ല നല്ല സുഖമാണല്ലേ? ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുക, പാട്ട് കേൾക്കുക, പോവുക, കുറച്ച് സ്കിറ്റൊക്കെ കാണുക, വളരെ സന്തോഷമാണ്. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പൊ പുറത്തെ ടെമ്പറേച്ചർ എത്ര?
അത്യാവശ്യം ഉണ്ടല്ലേ? ഈ ചൂട് നമ്മൾ പോകുന്ന ഇടങ്ങളിൽ നമ്മുടെ ഉള്ളില് പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് പോയിട്ടില്ല. എൻ്റെ കർത്താവ് ഒരു നെരിപ്പോടാണ് എൻ്റെ ഉള്ളില് നീറുന്നത്. മറ്റാർക്കും കാണാൻ പറ്റുമോ? അത് ഇല്ല. നമ്മുടെ ഉള്ളില് ഒരു നെരിപ്പോട് കൊണ്ട് നടക്കുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ ഇടയിലില്ലേ? ഇല്ലേ? അത് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവിടെ നമുക്ക് ആവശ്യം എന്താണ്? എൻ്റെ കർത്താവേ, നിന്റെ സ്നേഹവും നിന്റെ കൃപയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല. അപ്പൊ യൂദ ഇവിടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് വലിയൊരു സത്യമാണ്. കണ്ടന്റ് ഫോർ ദ ഫെയ്ത്ത്, പോരാടുവാനാണ്, വിശ്വാസത്തിന് വേണ്ടി പോരാടുവാനാണ് യൂദ നമ്മോട് പറയുന്നത്. ആദിമ സഭയിൽ ഉണ്ടായിരുന്നത് പോലെ ഉള്ള എല്ലാ സംഭവങ്ങളും ഇന്നുമുണ്ട്. ഇന്ന് നമ്മൾ പറയാറുണ്ട് ഈ ലോകത്തിന് പ്രശ്നമുണ്ട്, പള്ളിക്ക് പ്രശ്നമുണ്ട്, അച്ഛന്മാർക്ക് പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രശ്നമാണ്. എന്നാൽ ബൈബിൾ നമ്മൾ ശരിയായിട്ട് പഠിക്കുകയാണെങ്കിൽ അറിയാം, ഓൾ ദീസ് പ്രോബ്ലംസ് ആർ ഫ്രം ദ ബിഗിനിങ്. ഏർലി ചർച്ചസിലാണ് യൂദ ഈ ലേഖനം എഴുതുന്നത്. അന്ന് യൂദ ആദ്യം എഴുതാൻ വിചാരിച്ച് he was intended to write for the about the salvation. സാൽവേഷനെ കുറിച്ച് പറയാൻ തുടങ്ങിയ യൂദായെ കൊണ്ട് ദൈവം എന്താ എഴുതിപ്പിക്കുന്നത്? യു റൈറ്റ് അബൌട്ട് ഹൗ ടു കണ്ടന്റ് ഫോർ ദ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എങ്ങനെയാണെന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് യൂദായെ ഓർപ്പിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം, ഏറ്റവും പ്രയാസമുള്ളത് എന്താണ്? നമ്മുടെ വിശ്വാസങ്ങളിൽ നിലനിൽക്കുക. ഞാനൊക്കെ ജോലി ചെയ്യുന്നത് വളരെ യങ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ്. എൻ്റെ മക്കളുടെ പ്രായമുള്ള ബിറ്റ്വീൻ 22 to 30 ഇയേഴ്സ് ഏജിലുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ ഞാൻ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം ഞാൻ ജോലിയിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഈ എംപ്ലോയി ലോക്കേഴ്സിന്റെ മുമ്പിലെല്ലാം ആനിമൽസിന്റെ പിക്ചേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മങ്കിയുണ്ട്, ഡോങ്കിയുണ്ട്, അങ്ങനെ പല 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 പിക്ചേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഏതായാലും എൻ്റെ ലോക്കറിൽ പ്രത്യേകിച്ച് ആനിമൽസിന്റെ പടങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, വാട്ട്സ് ഓൾ അബൌട്ട് ദിസ്? ഓ, ദീസ് ആർ അവർ സ്പിരിറ്റ് ആനിമൽസ്. ദീസ് ആർ അവർ സ്പിരിറ്റ് ആനിമൽസ്. ഈ ഗൂഗിളിലൊക്കെ പോയിട്ട് അവർ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് അവർ they find their spirit animals. So what is all about this? എന്തിനാ നിങ്ങൾക്ക് സ്പിരിറ്റ് ആനിമൽസ്? We need this animal to survive in this world. അപ്പൊ വിശ്വാസങ്ങളെക്കാളിലും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും എത്തുന്നില്ല, അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹം നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഈ വിശ്വാസങ്ങളെക്കാൾ കൂടുതലുള്ളത് എന്താണ്? അന്ധവിശ്വാസങ്ങളാണ്. നാം നാട്ടിൽ നിന്ന് കുറെ അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അമേരിക്കയുടെ കുറെ അന്ധവിശ്വാസങ്ങളുമായിട്ട് ഇപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? എന്തേ ഉള്ളൂ? അന്ധവിശ്വാസങ്ങളെ ഉള്ളൂ. ജൂഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കണ്ടന്റ് ഫോർ ദ ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി പോരാടാനാ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ സോൾജിയർ. ഒരു ബാറ്റിലാണ്. ഈ ഒരു ബാറ്റിലില് സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി പോരാടുവാനാണ് യൂദ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, ഒരു അത്ലറ്റിന്റെ ജീവിതം എന്ന് പറയുന്നത് എളുപ്പമുള്ള ജീവിതമാണോ? അല്ല. നമ്മൾ ട്രാക്ക് തെറ്റി ഓടുന്നവരാണ്. വിശ്വാസ ജീവിതത്തില് ദ സ്റ്റാർട്ടിങ് ഈസ് റിയലി ഗുഡ് ബട്ട് ദ ഫിനിഷിംഗ് ഈസ് നോട്ട് വെൽ. ഇന്ന് ദൈവം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് യു ഹാവ് ടു സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് വെൽ. എത്ര തന്നെ നന്നായിട്ട് നമ്മൾ തുടങ്ങി വെച്ചുകാരും നമ്മൾ ട്രാക്ക് തെറ്റി ഓടിക്കഴിഞ്ഞാൽ സമ്മാനം ഇല്ല. ട്രാക്കിൽ ഓടി ചെന്ന് അവസാനിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ? പ്രൈസ് ഉള്ളൂ. ഇന്ന് ട്രാക്ക് തെറ്റി ഓടുന്ന ഒരു ജീവിതത്തിലാണ്, അല്ലെങ്കിൽ മറ്റ് വിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നമ്മുടെ മിഷൻസ്, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തയോടെ ജോലി ചെയ്യുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അപ്പൊ യൂദ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യ സഭയിൽ ഉണ്ടായിരുന്നത് ഓൾഡ് ടെസ്റ്റമെന്റ് ടൈംസിന് മുതൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് യൂദ നമ്മളോട് പറയുന്നത്. 3 കാര്യങ്ങൾ യൂദ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദ ലൈഫ് ഓഫ് ഇസ്രായേലിറ്റ്സ്. ദ ലൈഫ് ഓഫ് ഫസ്റ്റ് വൺ ഈസ് ദ ലൈഫ് ഓഫ് ഇസ്രായേലിറ്റ്സ്. എന്തായിരുന്നു അവരുടെ പരാജയം? അവരുടെ തുടക്കം എങ്ങനെയായിരുന്നു? ഈജിപ്തിന്റെ ബോണ്ടേജിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിയ ഒരു ജനത, ദൈവം കൂടെ നടന്ന ഒരു ജനത. എന്നാൽ അതിന്റെ മിഡിലിൽ വെച്ചിട്ട്, വിൽഡർനെസ്സിന്റെ മിഡിലിൽ വെച്ചിട്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിച്ചത്? They rebelled. They don't want to believe God. വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ്, പ്രോമിസ്ഡ് ലാൻഡിൽ എത്തിക്കുമെന്നുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് അവരെന്ത് പറഞ്ഞു? We want to go back to Egypt. നമ്മൾ അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ ഇന്നിവിടെ ഈ രാജ്യത്തൊക്കെ ആയിരിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം പ്രയാസങ്ങളിലൂടെയല്ലേ ദൈവം നമ്മളെ നടത്തി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ
നമ്മുടെ ഈജിപ്റ്റുകൾ എന്താണ്? വാട്ട് ആർ അവർ ഈജിപ്റ്റ്സ്? അങ്ങനെ ഉണ്ടോ? നമ്മുടെ ജീവിതങ്ങളിൽ ഈജിപ്റ്റുകളുണ്ടോ? ഉണ്ടോ? യെസ്. എന്താണ് നമ്മുടെ ഈജിപ്റ്റുകൾ? ദൈവം നമ്മളെ വിളിച്ചിറക്കി കൊണ്ടുവന്നിരിക്കുന്ന ചില ബോണ്ടേജസ് ഉണ്ട്. ചില അടിമത്തങ്ങളിലൊക്കെയില്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സ്വഭാവങ്ങള്, ചില രീതികള്, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ അരഗൻസ്, പ്രൈഡ്, ഈ കാര്യത്തിൽ നിന്നൊക്കെ നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെതായ വഴികളിലൂടെ കൊണ്ടുപോകുമ്പോൾ പാതി വഴിച്ച് നമ്മൾ എന്ത് പറയും? ഇതൊരു ബോറിംഗ് അല്ലേ? ഒത്തിരി സ്പിരിച്വലർ പറയാറില്ല, ഒരുപാട് പ്രാർത്ഥിച്ചാലും പ്രശ്നം. എൻ്റെ ആൻറ്റി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്ത് വന്നു? ഒത്തിരി പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ചൊക്കെ മതി, സ്പിരിച്വാലിറ്റി ഒക്കെ കുറച്ച് മതി. ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൂടെ വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇസ്രായേലൈറ്റ്സിനെ പോലെ നമ്മുടെ വിശ്വാസം നമ്മൾ പാതി വഴി വെച്ച് ഉപേക്ഷിച്ചു പോകും. സെക്കൻഡ് ഗ്രൂപ്പ് ഇവിടെ പറയുന്നത് the angels who didn't remain in their proper domains. ഏഞ്ചൽസിനെ കുറിച്ച് നമുക്കൊക്കെ അറിയില്ലേ അല്ലേ? ഏഞ്ചൽസ് ആരാ? ഗോഡ്ലി ക്രിയേഷൻസ് ആണ് അല്ലേ? ഏഞ്ചൽസിന് അവരുടേതായ സ്ഥാനവും വാസസ്ഥലങ്ങളും ആര് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവരെയൊക്കെ അങ്ങ് കൂട്ടുപിടിക്കാറില്ലേ? ഇല്ലേ? കൂട്ടുപിടിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, ജൂഡ് പറയുന്നത് the angels who didn't keep their proper domains, അവരെ ആക്കി വെച്ച സ്ഥാനങ്ങളിൽ നിന്നും ദൈവത്തിനേക്കാൾ ഉപരിയായിട്ടാകുവാനായിട്ട് ശ്രമിച്ച ഒരു കൂട്ടത്തിനെ പേര് നമുക്കറിയത്തില്ലേ? ആരാ അവര്? സേറ്റനും അവന്റെ ഗ്രൂപ്പും. 1/3 ഓഫ് ദ ഏഞ്ചൽസിനെ കൂട്ടിക്കൊണ്ട് സാത്താൻ അവന്റെ സൈന്യം ഭൂമിയിൽ ഇന്നും സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ജൂഡ് പറയുന്നത് whoever rebels against God, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ആ ടെറിറ്ററിയിൽ നിന്നും മാറിപ്പോകുന്നവരെല്ലാം ആരെ പോലെയാണ്? ഏത് ഗ്രൂപ്പിനെ പോലെയാണ്? ഇപ്പൊ ഈ പറഞ്ഞ ഗ്രൂപ്പിനെ പോലെ. the angels missing and they are kept. എവിടെയാ കീപ്പ് ചെയ്തിരിക്കുന്ന അവരെ? everlasting chains. തമസിൽ അവരെ സൂക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത്. And the third one Jude is talking about is Sodom and Gomorrah. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെ കുറിച്ച് പറയണ്ടല്ലോ. സോദോം ഗൊമോറയെ പറ്റി ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. Unnatural desires. Whoever is going after unnatural desires, they are like Sodom and Gomorrah. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലഷർ, കൂടുതൽ ദൈവം തന്ന സന്തോഷങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് കൂടുതൽ സന്തോഷം തേടി പോകുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ അൺനാച്ചുറൽ ആയിട്ടുള്ള ഡിസയേഴ്സ് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ആർക്ക് തുല്യമാണ് അവര്? ദ പീപ്പിൾ ഓഫ് സോഡോം ആൻഡ് ഗൊമോറ. ജൂഡ് വീണ്ടും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ ബൈബിളിൽ മറ്റെവിടെയെങ്കിലും കാണാത്ത ഒരു സ്ഥിതിയിലേക്കാണ്. This is the next one, the dispute between Satan and Archangel. നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? The only book that records the dispute between the Archangel Michael and Satan is recorded in this book. ഇതിന് ചിലർ പറയാറുണ്ട് biblical evidences ഒന്നും ഇല്ല. It might be taken from some of the Jewish scholar books, Assumption of Moses, അതൊക്കെ ആയിരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണിത്. ഞാനൊക്കെ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ബൈബിൾ ടീച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു പ്രാവശ്യം ഒരു അച്ഛൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോസസിന്റെ ഡെത്തിനെ കുറിച്ച്. മോസസ് എങ്ങനെ മരിച്ചെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എങ്ങനെയാണ്? ഗോഡ് മരണസമയമായപ്പോൾ മോസസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി പോകുന്നു, അവിടെ വെച്ച് മരിക്കുന്നു. ആര് മോശയെ അടക്കിയെന്ന് വിശ്വസിക്കുന്നു? ദൈവം മോശയെ അടക്കി. and nobody has seen the tomb of Moses. അപ്പൊ അന്ന് ആ ഒരു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഈ ആരോടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ how do we see Moses in the New Testament? In Matthew chapter 8 we see Moses and Elijah. അപ്പൊ അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ജീസസിനെ എങ്ങനെ കാണാൻ പറ്റും? ജീസസിനെ മോസസിനെയും കാണാൻ പറ്റും, എലീജയെയും കാണാൻ പറ്റും, എല്ലാവരെയും കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, അവിടെ ഉണ്ടായിരുന്നല്ലോ മോസസും ജീസസിന്റെ ആ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടില്
ജീസസിന്റെ ഒപ്പം ആരൊക്കെ 2 ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു, ജോണും ജെയിംസും ഉണ്ട്. അവരും കണ്ടു. ആരെ കണ്ടു? മോസസിനെയും കാണുന്നുണ്ട്, എലീജയെയും കാണുന്നുണ്ട്. എലീജ മരണം കൂടാതെ എടുക്കപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. പിന്നെ മോസസ് അച്ഛൻ എങ്ങനെ അവിടെ വന്ന്? അച്ഛനൊന്നും മിണ്ടിയില്ല. അതെന്നെ പറഞ്ഞു, കൊച്ചെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ഈ മേലായി ആൾക്കാരെ കൊണ്ടുവച്ചതെന്ന് ചോദിച്ചേക്കും. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ ബൈബിള് പഠിച്ചു തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദൈവകൃപയാലെ പഠിപ്പിക്കുവാനും ഈ ഭാഗം വരുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. വൈ? ഈ മോസസിന്റെ ശരീരം, മോശ മരിച്ചു, നമ്മൾ ടൂമ്പ് കണ്ടിട്ടില്ല. ഈ മോശയുടെ ശരീരത്തിന് വേണ്ടി 2 പേര് വരുന്നുണ്ട്. ആരൊക്കെയാണ്? ആർക്കേഞ്ചൽ മൈക്കൽ ആൻഡ് ഓൾസോ സൈൻ. എന്തിനായിരിക്കും? അപ്പൊ അതിന്റെ ഒരു തിയോളജിക്കൽ ആസ്പെക്റ്റിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സ്പിരിച്വൽ വേൾഡ്, നാം ഇന്നായിരിക്കുന്ന ലോകത്തില് നമ്മുടെ പല ജീവിതങ്ങളുടെ മുമ്പിലും വന്ന് നിൽക്കുന്ന ഒരാളുണ്ട്, ദ സ്പിരിച്വൽ വേൾഡ്. നമ്മൾ അതിന്റെ ഒരു ആഘാതമായ വഴികളിലേക്ക് പോകണ്ട. ബട്ട് ജസ്റ്റ് ടു ബി അവെയർ ദാറ്റ് there is a spiritual world. മോസസിന്റെ ശരീരത്തിന് കൊണ്ടുപോയിട്ട് സാത്താൻ എന്തൊക്കെ ചെയ്യാൻ ഒരു കട്ടുണ്ടാക്കി കൂടായിരുന്നോ? ഇന്ന് നമ്മൾ അപ്പോസ്റ്റസി എന്ന് പറയുന്ന ഒരു വേൾഡിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? എവിടെ ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ ഉണ്ടോ അവിടേക്കൊക്കെ നമ്മളങ്ങ് ഓടിപ്പോകും. അനുഗ്രഹം ആര് തരും അവിടെ ആര് കാണും, നമ്മൾ അവിടേക്കൊക്കെ ഓടിപ്പോകുകയാണ്. എന്നാൽ മോസസിന്റെ ഈ ശരീരം കൊണ്ട് അവിടെ ഒരു കട്ട് വരെ രൂപപ്പെടായിരുന്നു. എന്നാൽ മാത്യു ചാപ്റ്റർ 8 നമ്മൾ വായിക്കുമ്പോൾ എലീജയുടെ ഒപ്പം ആരെ കാണുന്നു? നമ്മൾ മോസസിനെ കാണുന്നു. മോശയുടെ ജീവിതത്തിനെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഞാൻ പണ്ട് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് മോസസിനെ കുറിച്ച് സങ്കടമായിരുന്നു. എൻ്റെ ദൈവമേ, ഈ അടുത്ത് വരെ എത്തിച്ചിട്ട് ആ പ്രോമിസ്ഡ് ലാൻഡ് ഒന്ന് കാണിക്കാതെ പോലും പോയില്ലേ. എന്നാൽ ഇവിടെ ഇതൊക്കെ വായിക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. കാരണം നാം നമ്മുടെ ജീവിത വഴികളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചില എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്താതെ വരുമ്പം നമുക്ക് വിഷമമല്ലേ? എത്താൻ പറ്റിയില്ലല്ലോ, കർത്താവെ ഞാനിത് ആഗ്രഹിച്ചിട്ട് എനിക്ക് അത് നേടാൻ പറ്റിയില്ലല്ലോ. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. മോശയുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് ആ ശരീരത്തിനെ കുറിച്ച് പോലും ദൈവത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താണ്? നമ്മളിത് വായിക്കുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആരെ കയറി വിളിക്കും? മൈക്കിൾ ആർക്കേഞ്ചലിനെ രക്ഷിക്കാൻ പറ്റുമല്ലോ, എന്നാൽ പിന്നെ നമുക്ക് ആരെ വിളിക്കാം? ആർക്കേഞ്ചലിനെ വിളിക്കാം. അങ്ങനെ പലരെയും വിളിക്കാൻ നമുക്ക് തോന്നും. എന്നാൽ ബൈബിൾ ഒരിക്കലും നമ്മളെ അത് പഠിപ്പിക്കുന്നില്ല. ഇവിടെ യൂദായുടെ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഡിസ്പ്യൂട്ട് നടക്കുമ്പോൾ സാത്താനോട് മൈക്കിൾ പറയുന്നുണ്ട്, ദ ഗോഡ് റെബ്യൂക്ക് യു, നിന്നെ യഹോവ ഭർസിക്കട്ടെ എന്ന് പറയുന്നു. ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടങ്ങളിലെ ഫോൾസ് ടീച്ചേഴ്സ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. കുറെ സാത്താനെ പഠിപ്പിക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കൊണ്ട് വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് യഹോവയുടെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കുരിശ് എടുത്തുകൊണ്ടോ ഒരു ബൈബിൾ എടുത്തുകൊണ്ടോ ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞതുകൊണ്ട് ഇവൻ നമ്മളെ വിട്ടുപോകുമോ? ഇല്ല. എന്നാൽ when the God is within you, ദൈവം നമ്മുടെ ഉള്ളിലായിരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ദൈവം ആയിരിക്കുമ്പോഴേ ആ ദൈവത്തെ ആർക്ക് ഭയമാണ്? പിശാചിന് ഭയമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആരെ വിളിക്കേണ്ടത്? ദൈവത്തെ വിളിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ എന്തായിക്കോട്ടെ, പ്രതിസന്ധികൾ എന്തായിക്കോട്ടെ, എത്ര വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പോലും ഈ നിമിഷങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കർത്താവേ, ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഏതുമില്ല, നീ ഞങ്ങളെ കൊണ്ടുവന്നെങ്കിൽ എത്തേണ്ട സ്ഥാനങ്ങളിൽ അവിടെ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്നാൽ മല പോലെയുള്ള പ്രശ്നങ്ങളും അന്ധകാരത്തിന്റെ ശക്തികളും ഒക്കെ ഞങ്ങൾക്ക് ചുറ്റുമുള്ളപ്പോഴേ ആര് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയണം? എൻ്റെ കർത്താവേ, നീ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ വന്ന് നിറയണമേ എന്ന്. വീണ്ടും നമ്മളെ, എനിക്കിനി എത്ര സമയം കൂടിയുണ്ട് വെച്ചാൽ 10 more minutes. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ സ്പീഡിൽ പോവുകയാണ്. 10 more minutes നമ്മൾ ബുക്ക് തീർക്കണം. വീണ്ടും യൂദ നമ്മളെ 2 പേരെ കൂടി ഓർപ്പിക്കുന്നുണ്ട്. ബിലയാമിന്റെ ദ വേ ഓഫ് ബിലയാം. അപ്പം ഞാൻ ആ കാര്യം ബിലയാമിനെ കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു ബിലയാമിന്റെ പ്രശ്നം. ബിലയാമിനെ ഓർക്കുന്നില്ലേ? എ പ്രോഫറ്റ് ഫോർ പ്രോഫിറ്റ്. ദൈവം കൊടുത്ത സ്പിരിച്വൽ ഗിഫ്റ്റ് എന്തിനു വേണ്ടി കളഞ്ഞു? എന്തിനു വേണ്ടിയാ കളഞ്ഞത്? കൂലി കൊതിച്ച്, അല്ലെ? പ്രോഫിറ്റ്സും സ്ഥാനമാനങ്ങളും ഒക്കെ കൊടുത്തപ്പോൾ അതിന്റെ പിന്നാലെ ആര് പോകുന്നുണ്ട്?
ബിലയാം പോകുന്നുണ്ട്. ഇന്നും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബിലയാമുകളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ ചുറ്റുമൊക്കെ കാണാൻ പറ്റും. എന്നാൽ ഈ നമ്പേഴ്സിൽ ഈ സ്റ്റോറി, ബിലയാമിന്റെ സ്റ്റോറി പറയുന്നുണ്ട്. ബിലയാമിനെ വിളിക്കുന്നു. ബാലാക്ക് ഇസ്രായേൽ ജനതയെ നശിപ്പിക്കുവാനായിട്ട്, കേഴ്സ് ചെയ്യുവാനായിട്ട് ബിലയാമിനെ വിളിക്കുന്നു. ബിലയാം കൂടെ പോകുന്നു. കേഴ്സ് ചെയ്യാൻ പോയ ആൾ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചിട്ടാണ് പോരുന്നത്. എന്നാൽ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ജൂഡായുടെ ബുക്കിലും റെവലേഷനിലും 2 പീറ്ററിലും ഒക്കെ ഒരു മർമ്മം, ഒരു സത്യം നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ എന്തായാലും കൂലി തന്നതല്ലേ, ബിലയാം എന്ത് ചെയ്തു? ചെറിയൊരു അഡ്വൈസ് കൊടുത്തു. ബാലാക്കിന് ഒരു ചെറിയ അഡ്വൈസ് കൊടുത്തു. ഈ കേഴ്സിന്റെ പരിപാടിയൊന്നും നമുക്ക് വേണ്ട. The only thing you have to do is send your ladies, beautiful women, to the Israelites for fornication and adultery. അത് ചെയ്താൽ ആർക്ക് ദേഷ്യം വരും പറഞ്ഞു? ആര് കോപിക്കും? ദൈവം കോപിക്കും. And they did, and 24,000 people perished. ഇന്നും ബിലയാമിന്റെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, റിലീജിയൻസ് അല്ലെങ്കിൽ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആൻറ്റി അങ്കിളെ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഇറ്റ്സ് ഓക്കെ ഒരു ഇറ്റ്സ് ഓക്കെ റിലീജിയനിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഒരു സർവൈലൻസിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ യൂദ, ഞാൻ സമയക്കുറവുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുകയാണ്. ബുക്ക് ഓഫ് ജൂഡ വേഴ്സ് 20 ഈ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് കൂടി ജൂഡാമിനോട് പറയുന്നുണ്ട്. But you beloved, building yourself on your most holy faith and praying in Holy Spirit, keep yourself in the love of God, waiting for the mercy of our Lord Jesus Christ that leads eternal life. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാനാണ് ഈ കാലഘട്ടങ്ങളിൽ. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. എന്താ, നമ്മുടെ ഹോളി സ്പിരിറ്റ് നമ്മൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആൻഡ് സ്നാച്ച് ദ പീപ്പിൾ ഫ്രം ഫയർ. സംശയിക്കുന്നവരോട് കരുണ കാണിക്കാനാണ് പറയുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാത്തൊരു കാര്യമാണ് ഇത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നിങ്ങൾ നിക്കി ക്രൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിക്കി ക്രൂസ്, ഡേവിഡ് വിൽക്കേഴ്സൺ, 2 people, ഡേവിഡ് വിൽക്കേഴ്സൺ ആൻഡ് നിക്കി ക്രൂസ്. നിക്കി ക്രൂസ് 1950 ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ ആ സിറ്റിയിലൊക്കെയുള്ള ഒരു ഗാങ് ലീഡറായിരുന്നു. മാവോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗാങ്ങിന്റെ ലീഡറായിരുന്നു. ആൻഡ് ഹി വാസ് ബോൺ ഇൻ പോർട്ടറിക്കോ. ചെറുപ്പത്തിൽ അമ്മ സ്പിരിച്വലിസ്റ്റ് ആയിരുന്നു. ആൻഡ് ദ ഫാദർ വാസ് എ സൈറ്റനിക് വർഷിപ്പർ. നിക്കി റൺ ബേബിയർ ആണെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. എത്രമാത്രം അബ്യൂസും കേഴ്സും ബ്ലാക്ക് മാജിക്കും അതുപോലെയുള്ള ഈവിളായിട്ടുള്ള എല്ലാത്തിൻ്റെയും നടുവിൽ വളർന്നൊരു കുഞ്ഞായിരുന്നു നിക്കി. And the mother called him the son of Satan. All the time the mother called, hey, son of Satan. അങ്ങനെ കുഞ്ഞിനെ നിക്കിയെ കൊല്ലാൻ പോലും പേരൻസ് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നിക്കി ആ പേരൻസ് ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലേക്ക് അവനെ കയറ്റി വിടുക, എവിടെയെങ്കിലും പോയി ജീവിച്ചോളാനായിട്ട്. അങ്ങനെ ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ എത്തുന്ന നിക്കി അവരൊരു ഗാങ്ങിൽ ചേരുകയാണ്. മാവോസ് എന്ന് പറയുന്ന, അന്ന് ന്യൂയോർക്കിനെയൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗാങ് ആയിരുന്നു മാവോസ് എന്ന് പറയുന്നത്. അതിന്റെ ഗാങ് ലീഡറായിട്ട് മാറുന്നു. ഈ നിക്കിയുടെ പുസ്തകങ്ങളിലും ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്, മൈ ഹാൻഡ്സ് വെയർ കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് ഓൾ ദ ടൈം. ഒരു സ്വിച്ച് ബ്ലേഡും കൊണ്ടായിരുന്നു എപ്പോഴും നടക്കുന്ന. ആരെങ്കിലും കണ്ടാൽ എപ്പോൾ കൊല്ലാൻ പറ്റും. And there comes the preacher David Wilkerson. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഡേവിഡ് വിൽക്കർസനെ പറ്റി. അദ്ദേഹത്തിന്റെ സ്വിച്ച് ബ്ലേഡ്, ക്രോസ് ആൻഡ് സ്വിച്ച് ബ്ലേഡ് എന്നുള്ള ബുക്കൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് വായിക്കണം. അവിടെ വളരെ സ്കിന്നി ആയിട്ടുള്ള ഈ ഡേവിഡ് വിൽക്കർസൺ he has a calling. ഒരു അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു കോളിംഗ് വന്നു, go to this street and preach to this people. പിന്നെ ഡേവിഡ് വിൽക്കർസൺ ഇങ്ങനെ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിക്കി ഇങ്ങനെ കേൾക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? ഗോഡ്സ് ലവ്, ദൈവിക സ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിക്കിയുടെ അടുത്തേക്ക് സാധാരണ ഒരു പോലീസ് പോലും അങ്ങനെയുള്ള ആളുകളൊന്നും ആ ഭാഗങ്ങളിലേക്ക് അടുക്കാറ് പോലും ഇല്ല. നിക്കി പറയുന്നുണ്ട്, നമ്മൾ അറിയാറില്ലേ, ചില ആളുകൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് അവരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തോ എന്ന് അവരുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം നിക്കി ഡേവിഡിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇഫ് യു കം ടു മീ ഐ വിൽ കട്ട് യു ഇൻ 1,000 പീസസ്. 1000 കഷ്ണങ്ങളാക്കി ഞാൻ നിന്നെ ഇവിടെ ഇടും. അപ്പം നിക്കി ഈ ടീച്ചറിന് വളരെ സ്കിന്നി ആയിട്ടുള്ള ടീച്ചറാണ്. യു നൂഡിൽ എന്നാണ് വിളിക്കുന്നത്. ഒരു സ്പെഗതി പോലെ, ഒരു നൂഡിൽ പോലെ ഇരിക്കുന്ന നീ എന്നെ എന്ത് ചെയ്യുവാനാണെന്ന് ഡേവിഡ് വെൽക്രിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. യു കട്ട് മീ, എന്നെ കൊന്നു കളഞ്ഞു. കട്ട് മീ ഇൻ 1,000 പീസസ് ആൻഡ് ഈച്ച് പീസ് വിൽ സ്റ്റിൽ ടെൽ ജീസസ് ലവ്സ് യു. അങ്ങനെ ഡേവിഡ് വിൽക്കൻസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ടാണ് നിക്കിയും നിക്കിയുടെ ഗാങ്ങും അടുത്തൊരു വർഷിപ്പിൽ ഇവരെല്ലാം വന്ന് അവരുടെ എല്ലാ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് അവരൊന്ന് സറണ്ടർ ചെയ്യുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ടുള്ള നിക്കി ക്രൂസ് മിനിസ്ട്രീസ് നടത്തുന്നത് ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള സൺ ഓഫ് സെയ്റ്റൻ എന്ന് അമ്മ വിളിച്ച ഈ നിക്കിയാണ് ഇന്ന് അനേകം ആളുകളെ ഡ്രഗ്സിൽ നിന്നും അതുപോലെ വയലൻസിൽ നിന്നും ഒക്കെ രക്ഷിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും അദ്ദേഹത്തിന്റെ മിനിസ്ട്രീസ് തുടരുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ ഒരു സ്ട്രീറ്റിലേക്ക് പോവാം. എന്നാൽ ദൈവം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് wherever you are placed, അതാണ് നമ്മുടെ മിഷൻ. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്നാച്ച് പീപ്പിൾ ഫ്രം ദ ഫയർ. ഒരു ഫയർ ഫൈറ്ററുടെ ജോലിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു ഫയർ ഫൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ കണ്ടാൽ നമ്മളെ അങ്ങോട്ട് ഓടും. ഫയർ ഫൈറ്റർ എന്താ ചെയ്യുന്നത്? they get into it and escape the people. ഇന്ന് ഞാൻ ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, തിരുമേനിമാരെ എല്ലാവരോടും ചേർത്ത് നമ്മൾ പറയുകയാണ്, മിനിസ്ട്രി ദ കോളിംഗ് ഈസ് നോട്ട് ആൻ ഈസി വേ. വിശ്വാസത നിലനിൽക്കുക എന്നുള്ളതും നിലനിന്നാൽ മാത്രമേ അതിൻ്റെ കോൺസിക്വൻസ് എത്രമാത്രം ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തുള്ളൂ. എന്നാൽ നമ്മൾ ഈ കോൺഫറൻസിനൊക്കെ വരുമ്പോൾ, നമ്മളിങ്ങനെ കൂടി വരുമ്പോൾ, എൻ്റെ കർത്താവേ, നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ ഒരാളെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മുടെ ഇടയിൽ തീയിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു എസ്കേപ്പ്, ഒരു കൈത്താങ് ആവശ്യമുള്ളിടങ്ങളിലൊക്കെ നമ്മളെയൊക്കെ ഒന്ന് എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. യൂദ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്, നമ്മുടെ വിശ്വാസയാത്ര എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇസ്രായേലിനെ പോലെ നമ്മൾ ഈ പറഞ്ഞ ആളുകളെ ഒക്കെ പോലെ നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ട്. കൂലി കൊതിച്ച് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊതിച്ച് നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ യൂദ പറയുന്നത് പോലെ, കർത്താവേ, നിന്റെ ദാസിയാക്കി എന്നെ മാറ്റി. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ തിരിച്ചു പോകുമ്പോൾ ഈ കോൺഫറൻസ് ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെങ്കിലും ചെറിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ പറ്റിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് പറ്റിയെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. അതിനായിട്ട് ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന ഈ ഇതിൻ്റെ ഭാരവാഹികളോട്, എന്നെ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ